രാത്രിയിൽ തന്നെ ആരെയൊക്കെയാണ് നാളെ നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് ചർച്ചയിലാണ് അഭിലാഷും സാബുമാനും ഒനിയിലും. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റിനെ ഇവിടെ നോമിനേറ്റ് ചെയ്യരുത്. ഇപ്പോൾ അനുമോൾ ഇവിടെ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ, അനുമോളെ നമ്മൾ ഒരിക്കലും നോമിനേറ്റ് ചെയ്യില്ല. കാരണം നോമിനേറ്റ് ചെയ്തിട്ട് എന്നാ ഉണ്ടാകുന്നത്, പിന്നെ എവിക്ഷന് പോയി കഴിയുമ്പോൾ വോട്ട് കിട്ടി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറി വരും. അപ്പോൾ നമ്മൾ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അനുമോളെ നോമിനേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഷാനവാസിനെ ചെയ്തിട്ട് കാര്യമില്ല, അക്ബറിനെ ചെയ്തിട്ട് കാര്യമില്ല. ഇവരെല്ലാം നല്ല പ്ലെയേഴ്സാണ്. ഇവരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. അപ്പം നമ്മൾ ഇവിടുന്ന് പോകാതിരിക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളെക്കാളും താഴെയുള്ള, നമ്മളെക്കാളും വീക്കായിട്ട് ഗെയിം കളിക്കുന്ന വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെ വേണം നമ്മൾ നോമിനേറ്റ് ചെയ്യാൻ എന്നാണ് അഭിലാഷ് കൊടുക്കുന്ന ഒരു ഉപദേശം. അപ്പോൾ ഇവർ പിന്നീട് ആരെയാണ് ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് നോമിനേറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അഭിലാഷ് അങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നു. കാരണം സ്വന്തമായിട്ട് നോമിനേറ്റ് ചെയ്യുന്ന ഒരാളെ മറ്റുള്ള ആരും കൂടെ വോട്ട് ചെയ്യുവാണെങ്കിൽ വോട്ട് കൂടി അവരെന്തായാലും നോമിനേഷനിൽ വരാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അതുകൊണ്ട് അഭിലാഷ് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ തന്നെ സ്റ്റോർ റൂമിലെ ബെല്ല് ബിഗ് ബോസ് അടിക്കുന്നു. ഇവർ പ്ലാൻ ചെയ്താണോ നാളെ നോമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവരുടെ 3 പേരുടെ നോമിനേഷൻ നമുക്കൊന്ന് നോക്കാം. ഏതായാലും അഭിലാഷിനേക്കാളും വീക്കായിട്ട് തോന്നിയ കണ്ടസ്റ്റൻ്റ് ആരാണ് എന്ന് നമുക്ക് നോക്കാം. നാളെ ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ലൈവിൽ ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.